നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വാരഫലമാണ് നിങ്ങളുടെ ഈ ആഴ്ചയാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസം 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ചത്തെ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി പ്രിയമുള്ള പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ വാരത്തിൽ ശുക്രൻ മേടൻ രാശിയിലാണുള്ളത്, വ്യാഴം മിഥുനൻ രാശിയിലും, കേതു ചിങ്ങൻ രാശിയിലും, ചന്ദ്രൻ ധനുവിലും, 12-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ശനിയുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ രാശിക്കാർക്കും ഈ വാരഫലം, ഈ വാരക്കാലം ആഴ്ച എപ്രകാരമായിരിക്കുമെന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. തുലാം രാശിക്കാർക്ക് ഈ വാരത്തിൽ രാശിയിൽ ഗ്രഹങ്ങളില്ല. 3-ാം ഭാവത്തിൽ ധനുവിൽ ചന്ദ്രൻ, 5-ാം ഭാവത്തിൽ ബുധൻ കേതു, 6-ാം ഭാവത്തിൽ രവി ചൊവ്വ ശനി, 7-ാം ഭാവത്തിൽ ശുക്രൻ, 9-ാം ഭാവത്തിൽ വ്യാഴം, 11-ാം ഭാവത്തിൽ കേതു. ഈ വാരം പ്രായണ തുലാൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു വാരമാണെന്ന് തന്നെ പറയാം. പലപ്പോഴും തൻ്റെ ഉത്സാഹത്തിലൂടെ കാര്യങ്ങളൊക്കെ നേടി മുന്നോട്ട് നയിക്കുവാനുള്ള, മുന്നോട്ട് കുതിച്ചു പായുവാനുള്ള ഒരു അവസരം തുലാൻ രാശിക്കാർക്ക് വരികയാണ്. കാരണം ഇവിടെ കർമാധിപനായ ചന്ദ്രൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. വിധോ വിക്രമേണ ഏത് വിത്തം തപസ്സി ഭവത് ഭാമിനി രഞ്ജിതോപ്പി അഗ്രകീർത്തി. വിക്രമേണ പരാക്രമത്തിലൂടെ വിത്തം ധനം ലഭിക്കും. ഭാമിനി രഞ്ജിത, തൻ്റെ ഭാമിനിയാൽ അങ്ങേയറ്റം ഉഗ്രമായ പ്രശസ്തിയും ഉണ്ടാകും. പലപ്പോഴും ഈ വാരത്തിലൊക്കെ തന്നെ പലരുടെയും ഭാര്യമാർക്ക് നല്ല പേരും പ്രശസ്തിയും ഉണ്ടാവുക, അവർ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക, അവരിലൂടെ ഭർത്താവിനും ഖ്യാതി വരിക, ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ തുലാൻ രാശിക്കാർക്ക് വരും. ഇവിടെ 7-ാം ഭാവത്തിൽ ശുക്രനാണ്. അപ്രതീക്ഷിതമായ ഭാര്യാലാഭം, സ്ത്രീലാഭം, ചില പ്രണയങ്ങൾ പൂത്തുലിയുക, അത് വിവാഹത്തിലെത്തുക, ചിലപ്പോൾ പലപ്പോഴും നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റാത്ത ചില സ്ത്രീകളൊക്കെ ലൈഫിൽ വന്നു ചേരുക, അവരിലൂടെ ലാഭമുണ്ടാവുക. അത് ഭാര്യയാകാം, ഭാര്യയിലൂടെയാകാം, കാമിനിയിലൂടെയാകാം. കാരണം ശുക്രൻ നിൽക്കുന്നത് മേടൻ രാശിയിലാണ്. ഭാവാധിപൻ ഭാവത്തിലേക്ക് നോക്കുന്നു. ഒരു കാമുകൻ്റെ റോൾ, അല്ലെങ്കിൽ സ്ത്രീക്കാണെങ്കിൽ ഒരു കാമുകിയുടെ റോൾ അണിയേണ്ടുന്ന സമയമാണിത്. വളരെ നല്ലൊരു വാരമാണിത്. കർമ്മമേഖലയിലും ബുദ്ധിമുട്ടുകളില്ല, ശത്രുക്കളെ നശിപ്പിക്കുന്നു. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും ചൊവ്വയും ശനിയും രിപുധ്വംസകൃത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6-ൽ വന്നാൽ ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതെ, ബലവാനും ശത്രുക്കളെ ജയിക്കും. 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ധാർമ്മികമായ പല പ്രവർത്തനങ്ങൾക്കും മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന സമയമാണ്. 9-ാം ഭാവത്തിൽ വ്യാഴമാണ്. ഈ വാരം വളരെ അനുകൂലമാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും കൺസൾട്ടൻസി ദൗത്യങ്ങൾ നിർവഹിക്കുക, ബൗദ്ധികമായി ചില വഞ്ചന ചതി ഒക്കെ വന്നാലും സാമ്പത്തികമായി കരുത്ത് നേടുന്ന ഏറ്റവും നല്ല അനുകൂലമായ സമയമാണ് ഈ ഒരു വാരം തുലാൻ രാശിക്കാർക്ക് അറിയുക. അതിനു മുമ്പ് ആരാണ് തുലാൻ രാശി? ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. എല്ലാവിധ നന്മകളും. ശാരീരികമായി ശ്രദ്ധിക്കേണ്ടത് ഡിസ്ക് സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം, നടു സംബന്ധിച്ച ബുദ്ധിമുട്ട്, അസ്ഥി സംബന്ധമായ ക്ലേശങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിക്കുക. നമസ്തേ.